ഇവ മോളെ കരയാതെ മിലി, ഞാൻ വന്നില്ലേ? എനിക്ക് പറ്റുന്നില്ലടി. ഞാൻ കരുതി ഞങ്ങൾക്ക് നിന്നെ നഷ്ടപ്പെട്ടെന്ന്. അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? കരയാതെ മിലി, എനിക്ക് സഹിക്കണില്ലടി. അയാളെ ഒന്നും ചെയ്തില്ല. അതിനുമുമ്പ് സാറിനെ വന്ന് രക്ഷിച്ചു. ഒരുപാട് നന്ദിയുണ്ട് സാർ, നിങ്ങൾ എൻ്റെ ജീവനെ രക്ഷിച്ചത്. സമ്മതിക്കത്തില്ല. എടോ, എല്ലാം കഴിഞ്ഞില്ലേ? കരച്ചിലൊക്കെ നിർത്തി നീ ഹാപ്പി ആയിട്ടിരിക്കുക. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. ഒരു നിമിഷം നിങ്ങളെത്താൻ വൈകിയിരുന്നെങ്കിൽ അയാൾ എന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് ജീവനുള്ള കാലം വരെ നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറ് ചെയ്തത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ടൈം ഒരുപാടായില്ലേ, നിങ്ങളിനി പോയിക്കോ. ഞങ്ങൾക്കിനി ഒന്നും വരില്ല. നിങ്ങളല്ല, നമ്മള്. നീ മോളുടെ കൂടെ വരും. ഇല്ല സാർ, ആ വീട്ടിലേക്കോ സാറിൻ്റെ ജീവിതത്തിലേക്കോ ഞങ്ങളിനി ഇല്ല. ഞാനും മോളും കാരണം സാർ ഒരുപാട് ബുദ്ധിമുട്ടിയതാ. അതിനി വേണ്ട. ഇവ ഐ ആം റിയലി സോറി. അത് വർക്കിന്റെ ഫ്രസ്ട്രേഷനെ പുറത്ത് പറഞ്ഞതാ, അല്ലാതെ നിങ്ങൾ ഈ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞതല്ല. ഏയ്, സാറ് സോറിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ ഒരിക്കലും സാറ് ചതിക്ക് പാടില്ലായിരുന്നു. ആ ചതിയിലൂടെ എൻ്റെ മോളും എനിക്കുണ്ടായത്. No, Iva, അത് തെറ്റല്ല. എന്റെ മോള് ഒരു മിസ്റ്റേക്ക് അല്ല. ഷീസ് മൈ ലൈഫ്, മൈ ബ്ലഡ്. പ്ലീസ്, എന്റെ കാല് പിടിക്കുക. എന്റെ മോളെ മിസ്റ്റേക്ക് അല്ല ഇവ. ഞാൻ അവളെ ഇപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സാറ് വിഷമിക്കണ്ട, എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കെൻ്റെ മുന്നിൽ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലും. ഈ ജീവിതത്തിൽ അവൾ മാത്രമേ എനിക്കുള്ളൂ. സാറിന് ഇനി സമയമുണ്ട്. സാറിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു പെണ്ണെ വിവാഹം ചെയ്ത് കുഞ്ഞും കുട്ടികളെ സന്തോഷത്തോടെ ജീവിക്കുക. എന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന പെണ്ണിനെ തന്നെയാ ഞാനിപ്പോ മാരേജ് ചെയ്തിരിക്കുന്നത്, മിസ്സസ് ഇവ നോയൽ. പിന്നെ കുട്ടികൾ ഓഫ് കോഴ്സ് വേണം. എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് അത് നീ ആയിരിക്കുന്നു മാത്രം. ഞാൻ പറഞ്ഞു തീർന്നില്ല മോളെ. എന്റെ അനുവാദമില്ലാതെ എന്റെ ജീവിതത്തിലേക്ക് വന്നവളാ നീ. ഇനിയൊരു മടക്കയാത്ര നോ നോ. എന്റെ ലൈഫ് ലോങ് നീ എന്റെ കൂടെ തന്നെ കാണും. എന്റെ ഭാര്യയായി എന്റെ കുട്ടികളുടെ അമ്മയെ എന്റെ കൂടെ തന്നെ ഉണ്ടാകും. പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഇനി എനിക്ക് വയ്യ സാറിന്റെ ഭാര്യയെ ജീവിക്കാൻ. നോ ഇവ, ഓൾറെഡി യു ആർ മൈ വൈഫ്. ചെന്ന് മോളെ എടുത്തിട്ട് വാ, നമുക്ക് പോവാം. ഇല്ല സാർ, എനിക്ക് പറ്റില്ല. സാറ് പറഞ്ഞ ഓരോ വാക്കും എന്നെ അത്രത്തോളം വേദനിപ്പിക്കുന്നതായിരുന്നു. അതും പറഞ്ഞ സാറുടെ ജീവിതം അതെനിക്ക് കഴിയില്ല. ഇവ, നിന്നെ വേദനിപ്പിക്കുന്ന കാര്യം പറഞ്ഞതല്ല. ഐ ആം റിയലി സോറി. ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. പ്ലീസ് ഇവ, എന്നോട് ക്ഷമിച്ച് എന്നോട് വാ. എന്നാലേ നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വാ. അവള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. കൃഷി, നീ എന്താ പറയുന്നത്? വല്ല ബോധമുണ്ടോ? എനിക്കുണ്ട്, ഇല്ലാതെ നിനക്കാ. അവരൊന്ന് വായി തോന്നി പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കൂടുതലും പറയിപ്പിക്കരുത് കേട്ടോ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അവൾ കുറച്ച് നാൾ ഇവിടെ നിൽക്കട്ടെ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കുക. നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വാ, അതാ നല്ലത്. എടാ പ്ലീസ്, നീ അവളൊന്ന് പറ. എനിക്ക് മുകളിലത് നീ പറ്റില്ലടാ. പ്ലീസ്, നീ ഒന്ന് സംസാരിക്കണം അവളോട്. ഇത്രയും ദിവസം അവർ നിന്റെ കൂടെ ഉണ്ടായിട്ടാണ് നീ ജീവിച്ചേ, അല്ലല്ലോ? ഇനി കുറച്ച് നാള് നീ അവരില്ലാതെ ജീവിക്കുക. ഇതേ നിനക്കുള്ള പണിഷ്മെന്റ് ആണ്. നോയൽ, വാ, നമുക്ക് പോകാം. ഞാൻ വരാം. ഇവ, പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. പ്ലീസ് എന്നോട് തിരിച്ചു വരണേ. ഞാൻ പോകുക. ഇവ മിലി, ഞങ്ങളന്ന് ഇറങ്ങുക. മിലി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. പിന്നെ പുറത്ത് ഞങ്ങളുടെ ഗാർഡ്സ് നിൽപ്പുണ്ട്, സോ പേടിക്കേണ്ട. ഇവ ബൈ. ഇവ, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. നീ ചെന്ന് കിടന്നോ. മോളെ ഞാൻ റൂമിൽ കിടത്തിയിട്ടുണ്ട്. ആടി, ഗുഡ് നൈറ്റ്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആയും കൃഷിയും ചേർന്ന് മാത്യുവിനെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. നോയലാകട്ടെ എന്നും ഇവയും മോളെയും കാണാൻ മിലിയുടെ വീട്ടിൽ ചെല്ലുമായിരുന്നു. നോയൽ പലപ്പോഴായി ഇവയെ തിരികെ വീട്ടിലേക്ക് നിർബന്ധിച്ചെങ്കിലും അവൾ സമയം വേണമെന്നും പറഞ്ഞു ഒഴിവായി.
ലീവ് ഇട്ടാക്കി നീ മുള്ളത് എനിക്ക് പറ്റുന്നില്ലടി. പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വായുവാ. ഞാൻ ക്ഷമ ചോദിക്കുന്നോടാ. പ്ലീസ് എന്നോട് ക്ഷമിക്കുക. നിനക്ക് വയ്യേ? എന്താടാ പറ്റിയേ? അയ്യോ എനിക്ക് പറ്റുന്നില്ലടാ. ഈ വീട് മുഴുവൻ മെമ്മറീസാടാ. എനിക്ക് അവരെ പറ്റുന്നില്ല. ഈ ഭ്രാന്ത് പിടിക്കുന്നത് തോന്നുവാടാ. എനിക്ക് അവരെ വേണോടാ. പ്ലീസ് അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. നീ വിഷമിക്കാതെടാ, ഇവയും മോളെ തിരികെ വരും. അതുവരെ ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്ക്. How many? I can, you know, I love her. എനിക്ക് അവളെ വേണോടാ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. I know, but just look back. It's all because of you. ഒരു നിമിഷം നീ നിന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഡാ, നിന്റെ ഫോൺ എവിടാ? ഫോണ് ബെഡ്റൂമിലാ. എന്താണ് കാര്യം? ജാക്ക് നിന്നെ കുറെ നേരം ട്രൈ ചെയ്യുക. അവനിപ്പോൾ എന്നെ വിളിച്ചിരുന്നു. നീ അങ്ങോട്ട് അത്യാവശ്യം വിളിക്കാൻ പറഞ്ഞു. ആണോ? ഞാൻ എന്നാ പോയി വിളിച്ചിട്ട് വരാം. എടാ, നമ്മുടെ നോയിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ലടാ. എൻ്റെ സമയാവസ്ഥയായിരുന്നടാ. ഞാനാണെങ്കിൽ ഇവിടെ നോക്കിയപ്പോൾ അവിടുന്ന് കരയുമായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. നമുക്ക് നോക്കാം എത്ര നാളിങ്ങനെ പോകുന്നു. അവരിനി ഒന്നിച്ചാൽ മതിയായിരുന്നു. എനിക്കിനി വയ്യ അവൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കാൻ. എങ്ങോട്ടായിരുന്നു എക്സാം ഒക്കെ? നല്ല എഴുതിയോ? കുഴപ്പമില്ല ചായ. പിന്നെ കുറച്ചൊക്കെ ടഫ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ തട്ടിക്കുട്ടി എഴുതി. എടി, നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ കണ്ട് സംസാരിച്ചാരോ? എൻ്റെ ആത്മാവിനെയോ? അയ്യടാ, ആകെ കുറച്ച് നേരം സംസാരിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് നീ അങ്ങ് പോയില്ലേ? എൻ്റെ എക്സാം കഴിഞ്ഞ് വരെയല്ലോ വിളിച്ചായ. അതുവരെ ഒന്ന് ക്ഷമിക്ക്. ഇതുവരെ നമുക്ക് കാണാമല്ലോ. ഡായു, ക്രിസ്റ്റി വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി ശരി. ലവ് യു ഉമ്മ. ആരെയാണ് മോനെ ഇത്ര കാര്യമായിട്ട് വിളിക്കുന്നേ? അത് എൻ്റെ മമ്മിപ്പേ അവരെ വിളിച്ചതാ. അല്ല, നീ എന്താ വന്നതിൻ്റെ കാര്യം? എടാ, സിദ്ധു വിളിച്ചിരുന്നു. ആ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന്. ശരിക്കും? അല്ല, നീ നോനോട് പറഞ്ഞോ? ആടാ, ഞാൻ പറഞ്ഞിട്ട് വരുന്ന വഴിയാ. നീ വിളിച്ചു കഴിഞ്ഞോ? ആടാ, കഴിഞ്ഞു. എന്നാ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. എടാ, നാളെ സൺഡേ അല്ലേ? നമുക്ക് ഇവനെ മോളെ കാണാൻ പോയാലോ? ഞാനിതിനോട് അങ്ങോട്ട് ചോദിക്കാതിരിക്കുമായിരുന്നു. നമുക്കെന്തായാലും നാളെ പോയി അവളെ കാണാം. കുറെ നാളായില്ലേ കണ്ടിട്ട്. നീ നോക്കിക്കേ, ഇവിടെ മിലിയമ്മന്ന് വിളിക്കുന്നത് കണ്ടോ? അമ്മയുടെ മുത്ത് കൊള്ളാലോ. മിലിയമ്മ എന്നൊക്കെ പറയാൻ പഠിച്ചല്ലേ ഇവ? നീ ഒന്ന് പുറത്തു പോകുന്നുണ്ടോ? ആരേ? അലക്സ് വിളിച്ചിരുന്നു. അവനെന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന്. ഞാനൊന്ന് പോയിട്ട് വരാം. എന്തോ ചീഞ്ഞു നാറുന്നു. അതെ, നീ കുളിക്കാത്തോണ്ടാ. ദേ വേണേ, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് മാറി എന്നേ. ഞാൻ നിന്നെ പോലെയല്ലേ, എന്നും കുളിക്കാറുണ്ട്. എനിക്കറിയാവുന്നതാണല്ലോ. അതെ, നീ പോകാൻ നോക്ക്. അതാ നല്ലത്. ഞാൻ പോകുവാടോ. എൻ്റെ മോളെ ശ്രദ്ധിക്കണേ. ഞാൻ നോക്കിക്കൊള്ളാം. നീ പോയിട്ട് വരാൻ നോക്ക് പെണ്ണേ. എടാ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമേ. എടാ, ഞങ്ങളിന്ന് വാവേനെ കാണാൻ പോകുന്നുണ്ട്. നീ വരുന്നില്ലേ അങ്ങോട്ടേക്ക്? ഉണ്ടടാ, നിങ്ങൾ പോയിക്കോ. എനിക്കൊരാളെ കാണാനുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കേടാ. ഇവളിതെന്താ വരാത്തേ? ഇനി വരില്ലേ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അതിവയല്ലേ? ഇവിടെ എവിടെയൊക്കെ പോവാ? പോയാലോ? ഒന്ന് പോയി നോക്കിട്ട് വരാം. അലക്സ്, സോറി, ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി. ഇക്സാക്കെ, നീ ഇരിക്കെ. എന്താ നീ കാണണമെന്ന് പറഞ്ഞേ? അതൊക്കെ പറയാം. നീ ആദ്യം എന്താ വേണ്ടെന്ന് പറ. ഏയ്, എനിക്കൊന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റൂല. എനിക്ക് വേണ്ടാത്തോണ്ടാ. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തോളാം. 2 സ്ട്രോബെറി ഷേക്ക്. ഓക്കെ സാർ. എന്താ നിനക്ക് പറയാനുള്ളത്? വേഗം പറ. ഞാൻ മോളെ മില്ലെടുത്താക്കിട്ടാ വന്നേക്കുന്നേ. ഒന്ന് വെയിറ്റ് ചെയ്യടോ, ഷേക്ക് ഒന്ന് വരട്ടെ. ഇവനെന്താ അത്രയ്ക്ക് പറയാനുള്ളത്? സാർ, എന്താ വേണ്ടേ? 1 കോഫി. ഓക്കെ സാർ, ഇപ്പോൾ കൊണ്ടുവരാം.
ഇനി പറ, നിനക്ക് എന്താ പറയാനുള്ളത്? ഇവ ഞാൻ വളച്ചോട്ടുള്ളത് പറയാം. ഐ ലവ് യു. അലക്സ്, നീ എന്തീ പറയുന്നേ? ഇവ എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ്. ഐ വോണ്ട് മാരി യു. നീ എന്തെന്നിട്ടീ പറയുന്നത്? ഞാൻ നിനക്ക് ചേർന്ന ഒരാളല്ല. അതുമല്ല, ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ജീവിക്കുന്നത് പോലും എൻ്റെ മോൾക്ക് വേണ്ടിയാ. എനിക്ക് എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. പിന്നെ നോറമോള്, അവളുടെ സ്വന്തം മോളെപ്പുറം ഞാൻ നോക്കിക്കൊള്ളാം. പ്ലീസ് ഇവ, ഗിവ് മീ ചാൻസ്. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റില്ല അലക്സ്. നീ ഒരു ഫ്രണ്ട് എന്നല്ലാതെ ഒരു രീതിയിൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഐ എം സോറി. ഇവ പ്ലീസ് ഒരു ചാൻസ് താ. നിന്നെ മോളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. നമുക്ക് നല്ലൊരു ഹാപ്പി ഫാമിലിയായിട്ട് ജീവിക്കാം. ഇവ പ്ലീസ് ഒരു ചാൻസ് താടി. അതിൻ്റെ ആവശ്യമില്ലെങ്കിലോ? നോയൽ സാർ, സാറാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ. ഇവ എന്റെ ഭാര്യ, നോളെ എന്റെ മകളും. നിനക്ക് എന്റെ വീട്ടിൽ തന്നെ വേണമല്ലടാ? നോയൽ സാർ, എന്താ ഇത്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വാടി. സാർ, എൻ്റെ കൈ. സാർ എന്തിനാ അലക്സിനോട് ദേഷ്യപ്പെട്ടെ? പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? എന്റെ ഭാര്യ ഒരു കിട്ടിയുള്ളൂ നോക്കാനായിട്ട്. എന്റെ എങ്ങനെ ദേഷ്യം വന്നതാ. ഓപ്പൺ പ്ലേസ് ആയിപ്പോയി. ഇല്ലെന്ന് ഞാൻ കിട്ടിയെന്റെ കയ്യിൽ നിന്ന്. സാർ, എനിക്ക് ഇവ പ്ലീസ്, എന്റെ മൂടിപ്പ് ശരിയല്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. ആൻഡ് ഇനി നീ അങ്ങോട്ട് കാണുമ്പോൾ സംസാരിക്കുക ചെയ്യരുത്. എനിക്കത് ഇഷ്ടമല്ല. നീ വന്നോ? എനിക്ക് അപ്പോഴേ തോന്നി പുറത്ത് കാറിന് ശബ്ദം കേട്ടപ്പോൾ. ഇവയുണ്ടായിരുന്നോ? കയറുക. നോറമോളെ നോക്ക്, ദേ പപ്പയും മമ്മിയും വന്നല്ലോ. എന്റെ മോളെ ഓടല്ലേ, നീ വീഴും അവിടെ. പപ്പ ഞങ്ങളല്ലേ വരുന്നേ. ഇവ, നീ അലക്സിനെ കണ്ടായിരുന്നോ? എന്താ ഇത്ര അത്യാവശ്യം നിന്നോട് പറയാനുള്ളേ? അത് ഞാൻ പിന്നെ പറയാം. ഞാനിന്ന് പോയി ഡ്രസ്സ് കഴിഞ്ഞിട്ട് വരാമേ. ശരി. സമയം പോയത് അറിഞ്ഞതേ ഇല്ല അല്ലേ? ശരിയാടാ, നോർമളുടെ കളിയും തമാശയും കാണുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല. മോളെ കാണാൻ എന്നാ ഭംഗിയാ. എൻ്റെ നോയലേ, നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്താ ഇവിടെ ഒരു ചർച്ച? അത് നമ്മുടെ നോർമൾ വലുതാകുമ്പോഴേ ഓലമ്മയുടെ ശല്യമായിരിക്കും ഇവിടെ. അത്രയ്ക്ക് സുന്ദരിയല്ലേ എൻ്റെ കൊച്ചിനെ കാണാൻ. പിന്നെ ഒരൊറ്റ കൊച്ചിനെ തടവില്ല. എടാ, ഞാനെന്ന് ഇറങ്ങുവാണേ. എനിക്ക് ഷെറിനോട്ടൊരു ഡേറ്റിംഗ് ഉണ്ട്. ഇവ, നീ വരുന്നോ? ഇല്ല ചായ, നിങ്ങൾ പോയിക്കോ. എന്നാൽ നമുക്കും ഇറങ്ങാം. ചെന്നിട്ട് എനിക്ക് 2-3 ഫലം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. എടാ, നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. പിന്നെ എന്റെ കുറച്ച് ഡ്രസ്സ് ഇങ്ങോട്ട് കൊടുത്തു വിടണേ. അതെന്തിനാടാ, നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അല്ലടാ, ഞാനിവിടെ സ്റ്റേ എന്ന് കരുതി. സാർ എന്താ പറയുന്നേ? അതോ, നീ എന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? അതുവരെ ഞാനിവിടെ സ്റ്റേ എന്ന് കരുതി. അത് പറ്റില്ല, ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇവിടെ താമസിക്കുന്നേ. So what? You're my wife. അത് ശരിയാവില്ല. സാർ തിരികെ പോകാൻ നോക്ക്. ഞാൻ പോകാം, ബട്ട് നീ മോളൂടെ വരണം. അതെനിക്ക് പറ്റത്തില്ല. എന്നാ എനിക്ക് പറ്റില്ല. ഇവിടെ ആകെ 2 റൂമേ ഉള്ളൂ, അതിലെ ഞങ്ങളാ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിങ്ങളുടെ കിടന്നാളാ. എന്താ വിളി, നിനക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനോ? എനിക്കൊരു പ്രശ്നമില്ല. മിലി, നീയും? എടാ, ഞങ്ങളെന്താ ഇറങ്ങിക്കോ, സമയം കളയണ്ട. ഓക്കേടാ, ഞങ്ങൾ ഇറങ്ങുവാ. ആയു വാടാ. ഞങ്ങളെന്നെ ഇറങ്ങുവാ. ബൈ, നെക്സ്റ്റ് സൺഡേ കാണാമേ. എടാ, അവിടെ കണ്ടത് ശരിക്കും നമ്മുടെ നോല് തന്നെയാണോ? എനിക്ക് സംശയമുണ്ടടാ. അവൻ എത്ര പെട്ടെന്നാ മാറിയല്ലേ. ഐ ക്യാൻ ബിലീവ്. എല്ലാം ഇവ കാരണമാ. ഇപ്പോഴെടാ എനിക്ക് സമാധാനമായി. അവനൊരു ലൈഫായല്ലോ. അതേടാ. എടാ, നിന്റെ വീട്ടിലാക്കിയാൽ മതിയോ? വേണ്ടടാ, എന്നെ ആ ജംഗ്ഷനിലോട്ട് വിട്ടാൽ മതി. ഞാനൊരു ക്യാബ് വിളിച്ച് പോയിക്കോളാം. ഓക്കേടാ. ഇതാണല്ലോ റൂം. ചെറുതാണ്, but nice. It's okay. I can just. സാർ, ഒന്നുകൂടെ ചിന്തിക്ക്. ഞങ്ങളുടെ ജീവിത രീതി സാറിന് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാർ തിരികെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. അതാ നല്ലത്. സോറി മോളെ, ഞാൻ തീരുമാനിച്ചതാ. നീ എന്ന് എന്റെ വീട്ടിലേക്ക് വരുന്നോ അതുവരെ ഞാൻ നിന്റെ കൂടെ തന്നെ സ്റ്റേ ചെയ്യും. ഇവ, എനിക്ക് അകത്തേക്ക് വരാമോ? ആടി, അകത്തേക്ക് കയറുക. സാർ, ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. So what? I don't have any issues. Look Milly, തന്റെ ഫ്രണ്ടോട് ഞാൻ പറഞ്ഞു മടുത്തു. ഇങ്ങനെയാണോ നമ്മുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നത്? സാറിന്റെ ഇഷ്ടം. എന്നാൽ ഞങ്ങൾ സംസാരിക്കാം, ഞാൻ പുറത്ത് കാണും. മിലി, നിൽക്ക്, ഞാനും വരുവാ.
അച്ചായ ഇതാ ചായ. സാറേ, നമ്മുടെ മോള് വന്നോ? ആ അച്ചായ, അവൾ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ. നമ്മുടെ ഡാനിയൽ ഇല്ലേ, അവനിന്ന് ഓഫീസിൽ വന്നായിരുന്നു. പിന്നെ അവരൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ആർക്ക്? നമ്മുടെ മോൾക്ക് വേണ്ടി. സത്യം പറയാലോ, ഞാനത് അവരോട് ചോദിക്കാനിരിക്കുമായിരുന്നു. അതാകുമ്പോൾ നമുക്ക് ബന്ധുക്കാരാകാനും പറ്റും, നമ്മുടെ ബിസിനസ് കൊളാബ് ചെയ്യാനും പറ്റും. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് പൂർണ്ണ സമ്മതം. ഹരിമോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മോളുടെ ഭാഗ്യമാ. അല്ലേ ചായ, നിങ്ങൾ മോളോട് പറഞ്ഞോ? ഇല്ലടി, അവിടെ എക്സാം ഒക്കെ കഴിയട്ടെ എന്ന് കരുതി. ഹേ ഡാഡി. വന്നല്ല നിങ്ങളുടെ മോള്. എന്താണ് സാറാമ്മോ മുഖത്തൊരു വാട്ടം? നീ ഒന്നും പറയണ്ട. അല്ലേലും എന്റെ ക്രിസ്ത്യൻ മോനെ എന്നോട് ഇഷ്ടമുള്ളൂ. അങ്ങനെ പറയല്ലേ സാറക്കോച്ചെ, നിങ്ങളെന്റെ മുത്തല്ലേ. ആ വീട് പെണ്ണെ, എനിക്ക് ശ്വാസം മുട്ടുന്നു. മോളെ, നീ ക്രിസ്ത്യനെ വിളിച്ചായിരുന്നോ? ഇല്ല ഡാഡി. എന്താ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടി, നീ ഒന്ന് ട്രൈ ചെയ്യാമോ? ഞാനിന്ന് വിളിച്ചു നോക്കാം. പറയാതിരിക്കാൻ വയ്യ, ഫുഡ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാനല്ല, സാറിന്റെ വൈഫാണ് കുക്ക് ചെയ്തത്. ചുമ്മാതല്ല, എനിക്ക് ടേസ്റ്റ് പരിചയം തോന്നി. എനിവേ, എന്റെ ഇറ്റ്സ് ഡെലിഷ്യസ് ഫുഡ്. താങ്ക്സ്. പിന്നെ സാറിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് റൂമിൽ വെച്ചിട്ടുണ്ട്. ആണോ? എടോ, നിങ്ങളെന്നാ ഇവിടെ സംസാരിച്ചിരിക്കും, ഞാൻ പോവാം. ഐ ആം വെരി ടയർഡ്. എടീ വാ, നീ എന്നാ ചെന്ന് കിടന്നോ, സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എടേ, ഞാൻ പോണോ? വേണ്ട, ഇവിടെ ഇരിക്കുക. ഇവളെ കൊണ്ട് തോറ്റ്. എടീ പെണ്ണ് പോയി കിടക്കാൻ നോക്ക്. എടി മീലി, എനിക്ക് എന്തോ പോലെ. നിന്റെ മട്ടും ഭാവം കണ്ടതാന്നല്ലോടി, നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. മീലി പെണ്ണെ, എന്ന് ചിണങ്ങന്ന് പോയി കിടക്കാൻ നോക്ക്. സാറ് എന്നെ വെയിറ്റ് ചെയ്തിപ്പോൾ മടുത്ത് കാണും. ശരിയെന്നാ. അത് മിലിയുടെ അടുത്തായിരുന്നു. സാർ കിടക്കുന്നില്ലേ? പിന്നല്ലാതെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വന്ന് കിടക്ക്. സാറ് പെടി കിടന്നോ? ഞാൻ താഴെ കിടന്നോളാം. അതൊന്നും വേണ്ട, നീ ഇവിടെ പെടി കിടന്നാ മതി. അത് ശരിയില്ല. അതെന്താ ശരിയാവാത്തെ? പെണ്ണെ, മര്യാദക്ക് ഇവിടെ വന്ന് ബെഡിൽ കിടന്നു. അതല്ല, നിനക്ക് ഇങ്ങനെ ഇരിക്കാനാവാമെങ്കിൽ ഈ രാത്രി നമ്മൾ രണ്ടാളും ഇറങ്ങത്തില്ല. സോ നിനക്ക് തീരുമാനിക്കാം, താഴെ കിടക്കണോ വെളി കിടക്കണോന്ന്. താഴെ കിടക്കണമെങ്കിൽ ഇന്ന് രാത്രി രണ്ടാളും ഇറങ്ങില്ല. അതല്ല, എന്റെ കൂടെ ബെഡിൽ കിടക്കണമെങ്കിൽ സുഖമായിട്ട് കിടന്നോളാം. ഞാൻ ബെഡിൽ കിടന്നോളാം. അങ്ങനെ വഴിക്കുവാ. മോളെ എന്തിനാ മാറ്റുന്നേ? നമ്മുടെ നടുക്കെടുത്തേ മതി. സോറി മോളെ, കുറച്ച് നാളെങ്കിലും ഭാര്യയുടെ കൂടെ കിടക്കണം. അതും പറഞ്ഞ് നോയൽ ഇവയെ ബാക്കിയാക്കി ചെയ്യുന്നു. പെട്ടെന്നുള്ള നോയലിന്റെ നീക്കം ഇവയെ ഞെച്ചലാക്കി അവളുടെ ഹൃദയം വേഗത്തിലടിക്കാൻ തുടങ്ങി. ഇവയുടെ ഈ മാറ്റം നോയൽ അറിയുന്നുണ്ടായിരുന്നു. അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവനൊന്നും കൂടെ അവളെ മുറുക്കി ഹഗ് ചെയ്തു. ജസ്റ്റ് ഒരു ഹാപ്പി ചെയ്തപ്പോഴത്തേക്ക് നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോ ഞാൻ ഇതിലും കൂടുതൽ ചെയ്യുമ്പോ നീ എങ്ങനെ സഹിക്കുന്നേ? സാർ, എന്നെ വിടാമോ? എനിക്ക് ശ്വാസം മുട്ടുന്നു. സാരമില്ല, നീ അങ്ങോട്ട് സഹിച്ചേ പറ്റൂ. സാർ പ്ലീസ്. നീ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ പോകുന്നില്ല. മര്യാദ കണ്ട് അടങ്ങിക്കിടക്ക്. ഇല്ലേ, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നോയൽ പരമാവധി ഇവയുമായി എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇവയാകട്ടെ തൻ്റെ ഉള്ളിലെ ഭയം കാരണം നോയലുമായി അകന്നു തന്നെ നിന്നു. പക്ഷേ നോയൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് മോളെ ഇതിന്റെ രഹസ്യം? താങ്ക് യു. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഞാനില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീയും വരും, കൂടെ മിലിയും വരും. സാർ ഒരുപാട് മാറിയല്ലേ? ഇപ്പോഴത്തെ സാറിന്റെ ബിഹേവിയർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സാർ എന്നോട് ഇഷ്ടമുണ്ടെന്ന്. പിന്നെ നീ ഒന്ന് പോയാ മിലി. എടി, ഞാൻ പറഞ്ഞ സത്യമാ. എന്താ രണ്ടുപേരും തമ്മിൽ കാര്യമായി ചർച്ചയിലാണല്ലോ? ഒന്നുമില്ല, ഞങ്ങളെ ചുമ്മാ സംസാരിച്ചിരുന്നതാ. ശരി ശരി. എനിക്ക് ഒരു ക്ലാസ് വെള്ളം തരാമോ? ഞാനിപ്പോ കൊണ്ടുവരാം. സാർ ലേറ്റ് ആയി പോയല്ലോ, അതെന്താ പറ്റി? കുറെ പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നതാ, അത് തീർക്കാൻ കുറെ ടൈമായി. പിന്നെ ഇങ്ങോട്ടേക്ക് നല്ല ദൂരമുണ്ട്. ഞാനിവിടെ ട്രാഫിക്കും, അത് ലേറ്റ് ആയി പോയേ. അയ്യോ, സാറിന് സാറെ വീട്ടിൽ നിന്നൂടെ? അതാകുമ്പോ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരേണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല. എന്നോട് ക്ഷമിച്ച് വീട്ടിലേക്ക് വരുന്നവരെ ഞാൻ ഈ ബുദ്ധിമുട്ടെല്ലാം സഹിക്കാൻ തയ്യാറാ.
മിലി, താൻ ഈ മുതൽ എന്നെ സാറെന്ന് വിളിക്കണ്ട. എന്തോ ഒരു അകൽച്ച പോലെ തോന്നുന്നു. പിന്നെ ഞാൻ എന്താ വിളിക്കാനാ? നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, പിന്നെ സാറെന്നല്ലേ നിങ്ങളെ വിളിക്കണ്ടേ? പിന്നെ വലിയൊരു ചെറുതൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന അന്ന് മുതൽ തന്നെ എന്റെ പെങ്ങളെ പോലെ ഞാൻ കാണുന്നത്. സോ താൻ എന്തിനെ ഏട്ടാന്ന് വിളിച്ചാൽ മതി. അയ്യോ, അത് വേണ്ട സാർ. അത് വേണം. തനിക്ക് എന്നെ മിത്രായി കണ്ട് എന്നെ ഏട്ടാന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ വിളിക്കണ്ട. പിന്നെ എന്നോട് മിണ്ടാനും വരണ്ട. ഞാനും മിണ്ടത്തില്ല. ഏയ് മിണ്ടായിരിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഓക്കെ, എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി. നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കെ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇവ, നീ പോയി സാറിനെ വിളിച്ചിട്ട് വാ. ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് എടുത്ത് വെക്കാം. ആ, അത് ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എവിടെ പോയി? ആ സാർ, ഇതെന്ത് കാണിക്കുന്നേ? എന്നെ വിട്. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. എന്നെ വിട് സാർ, ആരെങ്കിലും കാണും. അങ്ങനെ ഇപ്പൊ വിടുന്നില്ല. കുറച്ച് ഡേ ഞാൻ ശ്രദ്ധിക്കുക. നീ എന്നെ കാണുമ്പോഴല്ലേ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. എന്താ കാര്യം? അത് സാറിന് തോന്നുന്നതാ. ഇനി മുതലേ നീ എന്നെ സാറിന് വിളിക്കണ്ട. പിന്നെ ഞാൻ അങ്ങനെ വിളിക്കാനാ? നീ എന്നെ ഇച്ചാന്ന് വിളിച്ചാ മതി. ഏയ്, അത് ശരിയാവില്ല. എന്നെ നീ സാറിന് വിളിച്ച you will get punishment. So call me Chaya. Call me. സാർ പ്ലീസ്. Eva, I'm your husband. Don't call me sir. ഇനി നിന്നെ സാറിന് വിളിച്ച ഇപ്പം തന്നതല്ല ഞാൻ ചെയ്യാൻ പോന്നെ. ഇതിൽ റഫായിരിക്കും. So call me Chaya. I want to hear your sweet voice. ഇച്ചായ. Wow, so sweet. ഇനി മുതൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി. I like it. അകത്തേക്ക് കയറുവാ. ഇവ, നോയൽ സാർ, സോറി നോയലേട്ടാ, കഴിക്കാൻ വാ. ഞങ്ങൾ വരാം. വാ. ഇനി ഇവിടെ നിന്നാലേ ഇതിന്റെ കൺട്രോൾ കിട്ടത്തില്ല. വരാൻ നോക്ക്.